ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 15 to 20 ചെറിയ ഉള്ളി നമുക്ക് നോക്കിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒക്കെ അളവ് എത്രയാണോ ഉള്ളത് ചെറിയൊരു എമൗണ്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്ര തന്നെ മതിയാക്കുമേ. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളവിലൊക്കെ മാറ്റം വരുത്താം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേ പാകത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയം നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കളറും ഒന്ന് മാറിക്കിട്ടണേ. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് നന്നായിട്ട് അരപ്പൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ തുറന്ന് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ചിക്കന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആകുന്ന ടൈമിൽ ചെറിയ പീസ് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മളിതിലേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സാക്കി ഇട്ടതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് അത്ര തന്നെ മതിയാകും. ഇതൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകുമേ. അപ്പം മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മളിത് വാങ്ങി വെക്കാൻ നേരത്ത് ഇതിലേക്ക് ഇത്തിരി ഒന്ന് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ റെസിപ്പി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ ആയി കഴിഞ്ഞാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പി അല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്